ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒന്നുകിൽ ഒരു പ്രതീക്ഷയിലാണ് അല്ലെങ്കിൽ വലിയൊരു പേടിയിലാണ്. പ്രഗ്നൻസി ഇത് കേവലം ഒരു ശാരീരിക മാറ്റമല്ല, ഇതൊരു വലിയ മിസ്റ്ററിയാണ്. മിക്ക സ്ത്രീകളും വരുത്തുന്ന ഒരു ചെറിയ തെറ്റ് കാരണം മാസങ്ങളോളം അവർ തെറ്റായ ലക്ഷണങ്ങളെ വിശ്വസിച്ച് കാത്തിരിക്കുന്നു. അവസാനം ഫലം നെഗറ്റീവ് ആകുമ്പോൾ തകർന്നു പോകുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സാധാരണ ഗർഭധാരണവും IVFും തമ്മിലുള്ള ആ ഹിഡൻ ഗ്യാപ്പ് നിങ്ങൾക്കറിയാമോ? അടുത്ത സെക്കൻഡിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായിരിക്കും. കാരണം ഗർഭധാരണത്തിന്റെ സീക്രട്ട് കോഡ് നമ്മൾ ഇന്ന് ഡീകോഡ് ചെയ്യാൻ പോകുന്നു. പ്രഗ്നന്റ് ആണോ എന്നറിയാൻ പീരീഡ്സ് മിസ് ആകുന്നത് വരെ അല്ലെങ്കിൽ IVFിൽ β-HCG ടെസ്റ്റ് റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണോ? വേണമെന്നില്ല. നിങ്ങളുടെ ബോഡി തരുന്ന സീക്രട്ട് കോഡുകൾ ഡീകോഡ് ചെയ്യാൻ പഠിച്ചാൽ മാത്രം മതി. സിംറ്റംസ് പലതുണ്ട്, പക്ഷേ ഏതാണ് റിയൽ, ഏതാണ് ജസ്റ്റ് ഒരു PMS, നോർമൽ പ്രഗ്നൻസിയും IVFും തമ്മിലുള്ള ലക്ഷണങ്ങളിലെ ആ വ്യത്യാസം എന്താണ്? ഇന്ന് നമ്മൾ ഇതെല്ലാം ഡീകോഡ് ചെയ്യാൻ പോവുകയാണ്. ഗർഭധാരണത്തിന്റെ ഓരോ രഹസ്യങ്ങളും നമുക്ക് ഡീകോഡ് ചെയ്യാം. എംബ്രിയോസ് ഗർഭപാത്രത്തിൽ ചെന്ന് സെറ്റിലാകുന്ന ആ ഒരു പ്രോസസ്, ഇംപ്ലാന്റേഷൻ, ഇത് നടക്കുമ്പോൾ ബോഡി ഒരു സിഗ്നൽ തരും. ഡീകോഡിംഗ് സ്പോട്ടിംഗ്, ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ്. പലരും ഇത് കണ്ട് പീരീഡ്സ് ആണെന്ന് കരുതി നിരാശപ്പെടും. എന്നാൽ ശ്രദ്ധിക്കുക, പീരീഡ്സ് ബ്ലീഡിംഗ് പോലെ ഹെവി ആയിരിക്കില്ല ഇത്. 1-2 തുള്ളി, അതും പിങ്ക് അല്ലെങ്കിൽ ബ്രൗൺ കളറിലായിരിക്കും ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് നിങ്ങൾക്ക് വരിക. IVF ചെയ്തവർക്ക് ഇത് ചിലപ്പോൾ പ്രൊജസ്ട്രോൺ സപ്പോർട്ട് കാരണവും വരാം. അതുകൊണ്ട് സ്പോട്ടിംഗ് കണ്ടാലുടൻ പാനിക് ആവാതെ ഡോക്ടറെ കോൺടാക്ട് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു ജീവൻ വളരുമ്പോൾ ശരീരം ഒരു ഹോർമോൺ ഫാക്ടറി ആയിട്ട് മാറും. സ്തനങ്ങളിൽ കനം തോന്നുക, തൊടുമ്പോൾ വേദനിക്കുക, ഇത് ഹോർമോണുകൾ നിങ്ങളുടെ ബോഡിയെ മിൽക്ക് പ്രൊഡക്ഷന് റെഡിയാക്കുന്നതാണ്. റണ്ണിംഗ് റേസ് കഴിഞ്ഞു വന്നതുപോലെ തളർച്ച തോന്നുന്നുണ്ടോ? പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ നിങ്ങളെ സ്ലോ ഡൗൺ ചെയ്യുകയാണ്. പീരീഡ്സിന് മുൻപും ഇതുണ്ടാകാം, പക്ഷേ ഗർഭാവസ്ഥയിൽ ഈ ക്ഷീണം കുറച്ചുകൂടി തീവ്രമായിരിക്കും. പ്രഗ്നൻസിയുടെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ വൃക്കകളിലേക്കുള്ള രക്തയോട്ടം കൂടുന്നതിനാൽ കൂടെ യൂറിനേഷൻ തോന്നാം. ഇതുവരെ പറഞ്ഞത് സാധാരണ ലക്ഷണങ്ങളാണ്. എന്നാൽ ചിലർക്ക് ഇതിൽ ഒരു ലക്ഷണം പോലും കണ്ടെന്ന് വരില്ല, എങ്കിലും അവർ പ്രഗ്നന്റ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രധാനമാണ് IVF കഴിഞ്ഞവരുടെ അവസ്ഥ. അവർക്ക് ഈ ലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കും അനുഭവപ്പെടുക? മരുന്നുകൾ ലക്ഷണങ്ങളെ മാറ്റുമോ? നമുക്ക് നോക്കാം. എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത ശേഷമുള്ള 2 ആഴ്ചത്തെ കാത്തിരിപ്പ് വളരെ നിർണായകമാണ്. ഈ സമയത്ത് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആശങ്കപ്പെടരുത്. IVFിൽ നാം കഴിക്കുന്ന ഹോർമോൺ ഗുളികകളും ഇഞ്ചക്ഷനുകളും കാരണം സ്തനങ്ങളിൽ വേദനയും വയറ് വീക്കവും അനുഭവപ്പെടാം. ഇത് പ്രഗ്നൻസി സിംറ്റം കൊണ്ടാകാം, അല്ലെങ്കിൽ മരുന്നിന്റെ ഫലമാകാം. ഭ്രൂണം ഉറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് പലർക്കും താഴത്തെ നടുവിൽ ചെറിയ വേദന അനുഭവപ്പെടാറുണ്ട്. ചില മണങ്ങൾ, ഉദാഹരണത്തിന് ചോറ് തിളയ്ക്കുന്ന മണം അല്ലെങ്കിൽ ഉള്ളി വറക്കുന്ന മണം, പെട്ടെന്ന് അസ്വസ്ഥതയുണ്ടാക്കാം. ദഹന പ്രക്രിയ മന്ദഗതിയിലാകുന്നത് കൊണ്ട് ആദ്യകാല ലക്ഷണമായിട്ട് കോൺസ്റ്റിപ്പേഷനും അനുഭവപ്പെടാറുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരികയോ സങ്കടം വരികയോ ചെയ്യുന്നത് ഹോർമോൺ മാറ്റത്തിന്റെ ഭാഗമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെയുള്ള തലകറക്കവും ഓക്കാനവും ഇതെല്ലാം നമുക്ക് പ്രഗ്നൻസിയുടെ ആദ്യകാല ലക്ഷണമായിട്ട് തന്നെ കരുതാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ എന്ന്. എന്നാൽ ഇപ്പോൾ പറയാൻ പോകുന്ന 3 ലക്ഷണങ്ങളുണ്ടല്ലോ, അത് കണ്ടാൽ 90% ഉറപ്പിക്കാൻ നിങ്ങൾ ഗർഭിണിയാണെന്ന്. അതെന്താണെന്ന് അറിയണ്ടേ? അതിനു മുൻപ് IVF ട്രാൻസ്ഫർ കഴിഞ്ഞവരുടെ ഒരു മാനസികാവസ്ഥ ഡീകോഡ് ചെയ്യാം. IVF ചെയ്തവർക്ക് ലക്ഷണങ്ങൾ കുറച്ച് ട്രിക്കിയാണ്. നിങ്ങൾ എടുത്ത ഇഞ്ചക്ഷനുകൾ കാരണം വയറ് ഫുള്ളായതുപോലെ തോന്നും. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞുള്ള ആ 14 ദിവസം ഓരോ ചെറിയ വേദനയും നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും IVF സക്സസ് ആകാം. ബോഡി സിംറ്റംസ് കാണിച്ചില്ലെന്ന് കരുതി നിങ്ങൾ ഗർഭിണി അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം വരുന്നത്. വായിൽ ഒരു ഇരുമ്പിൻ്റെ രുചി തോന്നുന്നുണ്ടോ? അടുക്കളയിലെ മണം പിടിക്കാൻ പറ്റുന്നില്ലേ? ഇപ്പോൾ ചിരിക്കും, അടുത്ത നിമിഷം കരയും. നിങ്ങളുടെ തലച്ചോറിനെ ഹോർമോണുകൾ നിയന്ത്രിക്കുകയാണ്. ഇതെല്ലാം പ്രഗ്നൻസി സിംറ്റംസ് തന്നെയാണ്, പക്ഷേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരുന്നത്. ഈ വീഡിയോയുടെ പകുതിയിൽ വെച്ച് ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പലരും ഇവിടെയാണ് പരാജയപ്പെടുന്നത്. കെമിക്കൽ പ്രഗ്നൻസി. ടെസ്റ്റ് കിറ്റിൽ 2 വരകൾ കാണും, പക്ഷേ നിങ്ങൾ ഗർഭിണി ആയിരിക്കില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു? നിങ്ങളുടെ ശരീരം നിങ്ങളെ പറ്റിക്കുകയാണോ? അടുത്ത മിനിറ്റിൽ ഞാൻ പറയാൻ പോകുന്ന ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് പരിശോധിക്കൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കാത്തിരിപ്പും വെറുതെയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ആ സത്യം. ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയാണ് ഏറ്റവും പ്രധാനം. സ്ട്രെസ് കാരണം മാത്രം സിംറ്റംസ് മാറി മറിഞ്ഞു വരാം. വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ ആ രഹസ്യം ഇതായിരുന്നു. IVF വിജയിച്ച പലരിലും ഒരു ലക്ഷണവും കണ്ടിട്ടില്ല. അതെ,
ലക്ഷണങ്ങൾ ഇല്ലായ്മയും ഒരു സൂചനയാകാൻ നിങ്ങൾ ഗർഭിണി ആണെന്ന്. ഇത്രയും നേരം ചർച്ച ചെയ്ത ലക്ഷണങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും ഒരാൾ ഗർഭിണി അല്ലാതിരിക്കുമോ? അതെ, അതിനെയാണ് ഫാൻഡം പ്രഗ്നൻസി എന്ന് വിളിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ലക്ഷണങ്ങൾ എന്തുമാകട്ടെ, നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും പ്രധാനം. എല്ലാ മാസവും ആ കിറ്റിലെ 2 വരകൾക്കായി കാത്തിരിക്കുന്ന ആ ഒരു പെയിൻ എനിക്ക് മനസ്സിലാകും. പക്ഷേ വിശ്വസിക്കൂ, ആ കാത്തിരിപ്പ് അവസാനിക്കാറായി. ഈ വീഡിയോയിലെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആ സക്സസ് സ്റ്റോറി കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നിങ്ങളുടെ ശരീരത്തിൽ ഇതിൽ ഏത് ലക്ഷണമാണ് ഇപ്പോൾ ഉള്ളത് അത് താഴെ കമന്റ് ചെയ്യൂ. നമുക്ക് ഒരുമിച്ച് അത് ഡീകോഡ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഇതിലും സർപ്രൈസിംഗ് ആയിട്ടുള്ള വേറെ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ ഹെൽത്തി. ഗോഡ് ബ്ലെസ് യു ഓൾ.